വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ സൗദി അറേബ്യയിൽ നിന്ന് കോസ് വേ വഴി ബഹ്റൈനിലേക്ക് കടന്നുവരാം. നമ്മുടെ ആദ്യ ഗമ്യം മനാമയിലെ പ്രശസ്തമായ ഹാർബർ ടവർ. ഹാർബർ ടവർ മനാമയുടെ ആധുനികതയും പൈതൃകവും ഒരുമിച്ചു കാണിക്കുന്ന ഒരു വിസ്മയകരമായ സ്ഥലമാണ്. ഈ ടവർ ബഹ്റൈന്റെ സമ്പന്നമായ സമുദ്രചരിത്രത്തിന് ഒരു സ്മാരകമാണ്, കൂടാതെ മനാമ നഗരത്തിന്റെ ഉജ്ജ്വല ഭാവിയെ പ്രതിഫലിപ്പിക്കുന്നു. ടവറിന്റെ മുകളിൽ നിന്ന് മനാമയുടെ പൂർണ്ണ ദൃശ്യം ആസ്വദിക്കാം. ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ പ്രത്യേകിച്ച് രാത്രിയിൽ മനോഹരമാണ്. പ്രകാശമാനമായ നഗരത്തിന്റെ ഭംഗി കാണാൻ ഈ സ്ഥലം അനുയോജ്യമാണ്. ഹാർബർ ടവറിലെ സന്ദർശനം ബഹ്റൈൻ സന്ദർശകരുടെ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിക്കും, കാരണം ഇവിടെ നിന്ന് മനാമയുടെ ആകർഷകമായ ദൃശ്യം പൂർണ്ണമായി ആസ്വദിക്കാം. ഇപ്പോൾ ബാബ് അൽ ബഹ്റൈൻ എന്ന ഐതിഹാസിക വാതിലിലേക്ക് പോകാം. 1949 നിർമ്മിച്ച ബാബ് അൽ ബഹ്റൈൻ ബഹ്റൈനിന്റെ സമ്പന്നമായ ചരിത്രത്തിലും പൈതൃകത്തിലും ആഴത്തിൽ പാടുപെടുന്ന ഒരു പ്രമാണമാണ്. ഈ വാതിൽ ബഹ്റൈൻ വാണിജ്യ മേഖലയുടെ പ്രധാന പ്രദർശനം കൂടിയാണ്. ബാബ് അൽ ബഹ്റൈൻ എന്ന വാതിൽ മനാമയുടെ പഴയ നഗരത്തിന്റെ പ്രാരംഭ ബിന്ദുവായിരുന്നു. ഇപ്പോഴും നഗരത്തിന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു ചരിത്രപരമായ സ്മാരകമാണ്. 1949 നിർമ്മിച്ച ബാബ് അൽ ബഹ്റൈൻ ബഹ്റൈനിന്റെ സമ്പന്നമായ ചരിത്രത്തിലും പൈതൃകത്തിലും ആഴത്തിൽ പാടുപെടുന്ന ഒരു പ്രമാണമാണ്. ഈ വാതിൽ ഒരു അടയാളമാണ്, കാരണം ഇതിന്റെ നിർമ്മാണം ഒരു യുദ്ധകാലത്ത് ബഹ്റൈൻ ബ്രിട്ടീഷ് ഭരണത്തിൽ ആയിരുന്നപ്പോൾ നടന്നു. അതിനാൽ ഈ വാതിൽ സങ്കേതത്തിന് ഒരു സ്മാരകമായി പറ്റിയതാണ്. ബാബ് അൽ ബഹ്റൈൻ വാതിൽ കടന്നാൽ മനാമ സോക്ക് എന്ന വിപണിയിലെത്താം. ഇപ്പോൾ മനാമ സോക്ക് നോക്കാം. മനാമ സോക്ക് ബഹ്റൈന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവൻ സാന്നിധ്യമാണ്. ഈ വിപണി ബഹ്റൈനിന്റെ പഴമയും സമ്പന്നമായ സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥലം. മനാമ സോക്ക് ബഹ്റൈന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവൻ സാന്നിധ്യമാണ്. ഈ വിപണി ബഹ്റൈനിന്റെ പഴമയും സമ്പന്നമായ സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്ന. ഇവിടെ പരമ്പരാഗത അറബിക് വസ്തുക്കൾ, ആഭരണങ്ങൾ, ഇത്രം, കപ്പൽമങ്ങൾ, വസ്ത്രങ്ങൾ, പഴയകാല സ്മരണകൾ തുടങ്ങി ബഹ്റൈൻ സംസ്കാരത്തിന്റെ നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കൾ എല്ലാം ലഭ്യമാണ്. ഇത് മനം നിറയുന്ന ഒരു കാഴ്ചയും അനുഭവവുമാണ്. ഇപ്പോൾ നാം ബഹ്റൈൻ നാഷണൽ മ്യൂസിയം കാണാൻ പോകുകയാണ്. ആദ്യം നമുക്ക് കാണുന്നത് പുരാതന കല്ലറകളാണ്. ഈ കല്ലറകൾ ബഹ്റൈനിന്റെ സമ്പന്നമായ പൈതൃകത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള കഥകൾ പറയുന്നു. 4000 വർഷത്തിലധികം പഴക്കമുള്ള ഈ കല്ലറകൾ പ്രാചീന സംസ്കാരത്തിന്റെ അടിസ്ഥാന ഭാഗമായിരുന്നു. പ്രാചീനമായ സംസ്കാരങ്ങളുടെ അടയാളങ്ങളായി ഈ കല്ലറകൾ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഒരു വിൻഡോ ആണ്, ബഹ്റൈനിന്റെ പ്രാചീന വാസസ്ഥലങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നു. ഇപ്പോൾ നമുക്ക് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിലെ ഖുർആൻ കാണാം. ഖുർആൻ ഇസ്ലാം മതത്തിന്റെ പവിത്ര ഗ്രന്ഥമാണ്. മുസ്ലിംകളുടെ വിശ്വാസവും ജീവിതപാഠവും ഇതിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. മ്യൂസിയത്തിലെ ഖുർആൻ കൈയെഴുത്തുള്ള പഴയ പതിപ്പുകളാണ്. അതിന്റെ മനോഹരമായ കലാരൂപവും വിലപ്പെട്ടതുമായ ചരിത്രപരിപാടികളും കാണാൻ സാധിക്കും. ഓരോ പേജും കൃത്യമായ കലാപാരമ്പര്യത്തോടെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഖുർആനിന്റെ ആഴമുള്ള ആത്മീയതയും മുസ്ലിം ലോകത്തെക്കുറിച്ചുള്ള അറിവും ഒരുപോലെ അടയാളപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ബഹ്റൈൻ രാജ്യത്തിന്റെ വളർച്ചയും അവരുടെ ചരിത്രവും എങ്ങനെ പരിവർത്തനമുണ്ടായതും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ മ്യൂസിയം ബഹ്റൈനിന്റെ ശാഖകളിലും പാരമ്പര്യങ്ങളിലും ചരിത്രപരമായ സംഭവങ്ങളിൽ നിന്ന് അവരെ ലോകത്തെ പ്രധാന രാജ്യങ്ങളിലൊന്നാക്കി മാറ്റിയ പടിയൊഴുക്കുകളെക്കുറിച്ച് സൂക്ഷ്മമായ വിശദീകരണം നൽകുന്നു. ഇവിടെ ബഹ്റൈനിന്റെ സാമ്പത്തിക സംവിധാനം എങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെന്ന് കാണിക്കുന്ന പ്രതിമകളും പ്രദർശനങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നു. ഹോട്ടലുകൾ, കോഫി ഷോപ്പുകൾ, വസ്ത്രവ്യാപാരശാലകൾ, മാർക്കറ്റുകൾ, അവരുടെ ബിസിനസ് കേന്ദ്രങ്ങൾ എന്നിവയുടെ മാതൃകകളിലൂടെ അവരുടെ ജീവിതരീതിയും വ്യാപാര സംസ്കാരവും എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു.
ഇത് ബഹ്റൈനിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്, ഇപ്പോൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ വാഹനങ്ങൾ രാജകീയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് കാണിക്കുന്നത് മാത്രമല്ല, അവരുടെ തനത് സാംസ്കാരിക പൈതൃകത്തെയും ആഡംബരപ്രായമായ യാത്രാ സംവിധാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഈ വാഹനങ്ങൾ പ്രാചീന ബഹ്റൈൻ രാഷ്ട്രത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ഒരു ജാലകം തുറക്കുന്നു. മ്യൂസിയത്തിലെ കലാ ഗാലറി ബഹ്റൈന്റെ സമ്പന്നമായ കലാരൂപങ്ങളും സാംസ്കാരിക പൈതൃകവും പ്രകടിപ്പിക്കുന്ന വിപുലമായ ശേഖരം വഹിക്കുന്നു. ഇവിടെ പ്രാദേശിക കലാകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും കൂടാതെ അന്താരാഷ്ട്ര തലത്തിലെ സൃഷ്ടികളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവയുടെ ചിട്ടയായ ക്രമീകരണം സമകാലികവും പാരമ്പര്യവുമായ കലാരൂപങ്ങളുടെ സമന്വയം ഇവിടെ അനുഭവിക്കാൻ സഹായിക്കുന്നു. മ്യൂസിയത്തിന്റെ പുറംപ്രതി അതിന്റെ ആധുനികമായ ഭൂപ്രകൃതിയോടൊപ്പം ബഹ്റൈനിലെ സങ്കേതകരമായ സാംസ്കാരിക വാസ്തുവിദ്യാ പൈതൃകത്തോടുള്ള ആദരവിനെ പ്രതിനിധീകരിക്കുന്നു. മ്യൂസിയത്തിന്റെ സ്വഭാവസവിശേഷമായ ആർക്കിടെക്ചർ പാരമ്പര്യവും ആധുനികതയും സംയോജിപ്പിച്ചുള്ള ഒരു മനോഹരമായ ദൃശ്യമാകുന്നു, സന്ദർശകരുടെ ദൃഷ്ടിയും മനസ്സും ആകർഷിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. അതിനുശേഷം നാം ബഹ്റൈൻ ബേ അല്ലെങ്കിൽ ബേ ഓഫ് ബഹ്റൈൻ എന്നറിയപ്പെടുന്ന ബീച്ച് സന്ദർശിച്ചു. ഈ ബീച്ച് അവിടുത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. സൂര്യാസ്തമയത്തിനു മുമ്പ് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, കൂടാതെ ആ കാഴ്ചകൾ നമ്മിൽ അവിസ്മരണീയമായ അനുഭവമായി. കടൽത്തീരത്ത് ഇരുന്ന് ഞങ്ങൾ അസ്തമിക്കുന്ന സൂര്യൻ കാണുകയും ആഴ്ചയ്ക്ക് ശേഷമുള്ള കെട്ടിടങ്ങൾ ഒന്നൊന്നായി പ്രകാശിക്കുന്നത് ആസ്വദിക്കുകയും ചെയ്തു. ഈ മനോഹരവും സാന്ത്വനകരമായ ദൃശ്യങ്ങൾ നമ്മെ വളരെയധികം ആനന്ദിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഗാലേറിയ മോളിലേക്ക് പോയി. അവിടെയുള്ള മുകളിലെ നിലയിൽ വലിയൊരു അക്വേറിയം സന്ദർശിച്ചു. ഈ അക്വേറിയം അതിന്റെ അതിസുന്ദരമായ അവതരണത്തോടൊപ്പം വിശാലമായ ധാരാളം അപൂർവ മത്സ്യങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ദൃശ്യം നൽകിയിരുന്നു. അക്വേറിയത്തിലെ വിവിധ നിറങ്ങളിലുള്ള വ്യത്യസ്ത മത്സ്യങ്ങൾ അവയുടെ സ്വാഭാവിക വാസസ്ഥലങ്ങളിൽ തന്നെ ജീവിക്കുന്നതുപോലെയുള്ള അനുഭവം നൽകുന്നു. ഇവിടുത്തെ ഫിഷ് ടാങ്കുകളുടെ സജ്ജീകരണം അത്രമേൽ സമർത്ഥമായാണ്, കാണുന്നവർക്ക് ഇത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു പ്രയാണം ചെയ്യുന്നതുപോലെ തോന്നും. ഈ മനോഹരമായ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ തുർക്കിഷ് മധുരങ്ങൾ കഴിച്ച് ഒരു രുചികരമായ അനുഭവത്തോടെ യാത്രയുടെ സമാപനം നടത്തി. ഈ മനോഹര ദിനത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ച് നാം സൗദിയിലേക്ക് തിരികെ യാത്ര തുടങ്ങി.